Good morning. How are you? Are you fine there? Yes. Then our second assessment is over. You are wrote very nicely. Your participation is very nice. So I give special thanks for you. Okay. Yes. Then restart our chapters. Okay. Then today we are studied that chapter 17. Chapter 17. Chapter 16. Then 16 chapters completed in before second assessment. Then so today chapter 17, the continuation of chapter 16, Great Indians. Chapter name Great Indians. Page number 21. All are open. GK textbook. Page number 21 open. Great Indians. Chapter name Great Indians. Great Indian means നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതിയ നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടാനും നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ പൗരനായി ജീവിക്കാനും ഒക്കെ നമ്മുടെ മുന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മഹാത്മാക്കളുണ്ട്. അവരുടെ ജീവൻ തന്നെ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ബലിയാടാക്കിയതാണ്. അങ്ങനെയുള്ള കുറേ ഒരു ലീഡേഴ്സിനെ കുറിച്ച് നമുക്ക് എന്താ ഓരോ പേര് നിങ്ങളിങ്ങനെ പഠിച്ചു പോയാൽ മതി കേട്ടോ. നിങ്ങൾ 3rd സ്റ്റാൻഡേർഡിലല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യാം, ആ ഓരോ നെയിം നിങ്ങളിങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ. ഫസ്റ്റ് മഹാത്മാഗാന്ധി. ഹു ഈസ് മഹാത്മാഗാന്ധി? യെസ്, മഹാത്മാഗാന്ധി ഈസ് അവർ ഫാദർ ഓഫ് നേഷൻ. Okay, then there are many great Indians like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Lala Lajpat Rai, etc. Gandhiji is known as father of nation. ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് തത്വം എന്തായിരുന്നു? നോൺ വയലൻസ്, അക്രമരാഹിത്യം, ആരോടും എന്തായില്ല അക്രമത്തിനോ, അതുപോലെ തന്നെ അഹിംസ, ഒന്നിനെയും ഹിംസിക്കരുത്, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്, ഇതായിരുന്നു ഗാന്ധിജിയുടെ വെപ്പൺ, ആയുധം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ലീഡേഴ്സിൻ്റെ പേര് മിസ് അങ്ങനെ പറയും. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എന്താ ലിസ്റ്റ് എന്ന ഒരു കോളം കണ്ടില്ലേ, ഈ ലിസ്റ്റ് എന്ന കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓരോന്ന് 1 2 3 എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഓരോന്നും ഇവിടെ കണ്ടോ 1 to 12 വരെ ഉണ്ട്. ആ 12 എന്ന കോളം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലീഡേഴ്സിൻ്റെ നെയിം ഇങ്ങനെ എഴുതി വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയും, ഓരോ പേര് പരിചയിക്കുക, അങ്ങനെ ഓരോ പേരും ആൻസറും അങ്ങനെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് അങ്ങനെ ഒരു നമ്പർ ഇട്ട് വയ്ക്കണം. ഓക്കെ. ഫസ്റ്റ് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ഫസ്റ്റ്. പിന്നെ ഞാൻ ആൻസർ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ടൈം പിടിക്കും, വീഡിയോ അല്ലേ, അപ്പോൾ അത് ക്ലാസ്സിന് ആ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ആൻസർ സെൻഡ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ബാലഗംഗാധര തിലക്. സെക്കൻഡ് ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് 3 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 4 ഭഗത് സിംഗ്. 5 സുബ്രഹ്മണ്യ ഭാരതി. 6 സൂര്യാസൻ. 7 ചന്ദ്രശേഖർ ആസാദ്. 8 SN ബാനർജി. 9 സരോജിനി നായിഡു. 10 SC ബോസ്. 11 മദൻ മോഹൻ മാളവ്യ. 12 ലാസ്റ്റ് സർദാർ പട്ടേൽ. ഈ ക്രമത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലൈനിൽ ഓരോ ആൻസേഴ്സും ഓരോ നെയിംസും എഴുതണം കേട്ടോ. എന്നിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. എക്സാമിന് ഒരു പക്ഷേ ആ ഫോട്ടോ ചോദിച്ചിട്ട് ഇതാരാ എന്ന് നെയിം എഴുതാൻ വേണമെങ്കിൽ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കത് അറിയാൻ കഴിയണം. മദൻ മോഹൻ മാളവ്യാണ്, ഭഗത് സിംഗ് ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്, എല്ലാവരുടെയും ഫോട്ടോ തന്നാൽ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം കേട്ടോ. അത്ര ഇതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ്
പേജ് നമ്പർ 22, 18, ചാപ്റ്റർ 18, സം ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇന്ത്യയുടെ ലീഡേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മുടെ ലോകത്തിലെ തന്നെ ലീഡേഴ്സ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇത് എക്സാമിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇതിൽ ബുക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞാനൊന്ന് ആൻസർ പറയുന്നതെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല, എന്നാലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് ഷെയ്ഖ് ഹസീന വാസിദ്. ഇത് നിങ്ങൾ ആൻസർ ഞാൻ സെൻഡ് ചെയ്യും, ഇതിൽ എഴുതണം, ഈ കോളത്തിൽ എഴുതണം. ഷെയ്ഖ് ഹസീന വാസിദ്. സെക്കൻഡ് നവാസ് ഷെരീഫ്. ഓക്കെ. തേർഡ് തെരേസ മെയ്. ഫോർത്ത് ബാൻ കി മൂൺ. ഫിഫ്ത്ത് പുഷ്പ കമൽ ദാഹൽ. 5. 6 വ്ളാദിമിർ പുതിൻ എന്ന് പറയും, പുടിൻ. 7 സൈ ജിൻപിങ്. 8 സന മറൈൻ. 9 ലാസ്റ്റ് ഏഞ്ചല മാർക്കൽ. 9. ഓക്കെ. ഇത്രയും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അത് ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആ സമയം മാത്രം നിങ്ങൾ ഈ കോളം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ 19, പേജ് നമ്പർ 23. ഇത് നമ്മുടെ ഫിലോസഫേഴ്സ് ആണ് കേട്ടോ. തിങ്കേഴ്സ്, ഗ്രേറ്റ് തിങ്കേഴ്സ്, തത്വചിന്തകന്മാർ എന്നൊക്കെ പറയും മലയാളത്തിൽ. ഇതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ നെയിംസ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Early times, philosophers have used arguments and reason to try to understand the world and our place it. They question and of meaning, ideas such as reality, rights, wrong and art. Karl Marx, one of them. He was the German revolutionary thinker, founded communism. കമ്മ്യൂണിസത്തിൻ്റെ ഫൗണ്ടറാണ് കാർൽ മാർക്സ്. അങ്ങനെ ഒരുപാട് തത്വചിന്തകന്മാരുടെ നെയിമാണ് കേട്ടോ. ഫസ്റ്റ് this is the picture of Plato. He formed born in Athens. ഏതൻസിലാണ് പ്ലാറ്റോ ജനിച്ചത്. This the Athens Academy ഫൗണ്ട് ചെയ്തത് പ്ലാറ്റോ ആണ് കേട്ടോ. മെനി ഗ്രേറ്റ് സ്കോളേഴ്സ്, അരിസ്റ്റോട്ടിൽ ആരുടെ സ്റ്റുഡൻ്റ് ആണ്, ഒരു ഫേമസ് സ്കോളറാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ സ്റ്റുഡൻ്റ് ആണ് അരിസ്റ്റോട്ടിൽ, ഈ പ്ലാറ്റോയുടെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. സെക്കൻഡ് സോക്രട്ടീസ്, അതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് തിങ്കർ, അതുപോലെ തന്നെ ഫിലോസഫർ. ഗ്രേറ്റ് ഫിലോസഫർ, പ്ലാറ്റോ ടീച്ചർ. പ്ലാറ്റോയുടെ ഒരു അധ്യാപകൻ, ടീച്ചറാണ് ആര്, സോക്രട്ടീസ്. ഓക്കെ. നിങ്ങൾ അത്രയും മാത്രം പഠിച്ചാൽ മതി കേട്ടോ. വൈഡായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് ദഹിക്കില്ല. നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് അത് ദഹിക്കാൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മൈൻഡ് വളർന്നിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ഓരോന്നിൻ്റെ നെയിം മാത്രം പഠിച്ചാൽ മതി. തെയിൽസ്. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് തെയിൽസ്. ഹി ഈസ് ബോൺ ഇൻ മില്ലറ്റ്സ്. ഗ്രീസിലെ മില്ലറ്റ്സിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആസ്ട്രോണമി, പൊളിറ്റിക്സ്, ജോമെട്രി ആസ് വെൽ ആസ് ഫിലോസഫി. He was known as the first Western philosopher എന്നറിയപ്പെടുന്നതാണ് ആര്, തെയിൽസ്. നെക്സ്റ്റ് അരിസ്റ്റോട്ടിൽ. He was the picture of Aristotle. He was the most influential of the great philosopher. പേര് കേട്ട ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് ആര്, ഗ്രീക്ക് ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. നെക്സ്റ്റ് റാണി ഡെസ്ക്രൈറ്റ്സ്. പിക്ചർ ഓഫ് ദ ഡാനി ഡെസ്ക്രൈറ്റ്സ്. ഹി വാസ് ദ ഫ്രഞ്ച് ഫിലോസഫറാണ് ആൻഡ് മാത്തമാറ്റീഷ്യൻ. മാത്രമല്ല അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ കൂടെയാണ്. ഹി ബേസ്ഡ് ഓൾ നോളജ് ഓൺ ദ ട്രൂത്ത്, ഓൺ വൺ ട്രൂത്ത്. ഒരു ഗണിത തത്വചിന്തകനാണ്. നെക്സ്റ്റ് പൈതഗോറസ്. നമുക്ക് മാത്സിലൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയാൽ പഠിക്കാനുണ്ടാവും. പൈതഗോറസ്
തിയറി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ദിസ് ഈസ് പിക്ചർ ഓഫ് പൈതഗോറസ്. He was a Greek philosopher. He explained the importance of numbers. ഉണ്ടോ, മാത്സിലെ നമ്പേഴ്സിനെ കുറിച്ച് ഉള്ള തിയറി. ഇറ്റ്സ് ഓൾസോ തിയറം ഓൺ ട്രയാങ്കിൾ നോൺ ആസ് ദ പൈതഗോറസ് തിയറം. അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലെത്തിയാലും മാത്സിൽ പഠിക്കാനുണ്ടാവും കേട്ടോ. ഇത്രയും ഫിലോസഫേഴ്സിൻ്റെ തിങ്കേഴ്സിൻ്റെ നെയിംസ്. ഫസ്റ്റ് പ്ലാറ്റോ, സെക്കൻഡ് സോക്രട്ടീസ്, തേർഡ് തെയിൽസ്, അരിസ്റ്റോട്ടിൽ, റെയിൻ ഡിക്രോയിഡ്സ്, അതുപോലെ തന്നെ പൈതഗോറസ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 24. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കും ജിക്ക് എത്ര പഠിക്കാനുണ്ട്, ഒരുപാട് ടഫാണല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ എക്സാം കണ്ടോ സിമ്പിൾ ആയിരുന്നില്ലേ. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ പറയും. അത് മാത്രം നിങ്ങളോട് ഞാൻ നോട്ടിൽ എഴുതാൻ പ്രത്യേകമായിട്ട് പറയും. അത് നിങ്ങൾ നോട്ടിൽ എഴുതണം, അത് നിങ്ങൾ പഠിക്കുകയും വേണം. അല്ലാതെ എല്ലാം നിങ്ങൾ പിക്ചേഴ്സ് അങ്ങനെയുള്ള കുറേ ഉണ്ട് നമ്മുടെ ജി കെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഇതാ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ബിൽഡിങ്സിനെ കുറിച്ചുള്ള ഈ പേജ് നമ്പർ 24 ചാപ്റ്റർ 20. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഈ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിൽ എഴുതിയാൽ മതി. മറ്റൊന്നും നോട്ടിൽ എഴുതണ്ട, അത് ടെക്സ്റ്റിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, വേരിയസ് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡൽഹി. അപ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എടുത്ത് പറയുകയാണെങ്കിൽ കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. They are legacy given by the great emperors who ruled here. There are many forts, tombs, mosques and temples of the old times. People from all over the world come here to visit these places. അപ്പോൾ പല ലോകത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹിയിൽ വരികയും ഈ സ്ഥലങ്ങളെല്ലാം ഇമ്പോർട്ടൻറ്റ് മോസ്ക്, ചർച്ച്, ടെമ്പിൾസ്, അതുപോലെ തന്നെ മോണിമെൻറ്റ്സ്, ടോംസ്, ഫോർട്ട്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളും ഡൽഹിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഈ സ്ഥലങ്ങളെല്ലാം പ്രത്യേകമായിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി ഓരോ പ്ലേസസിനെ കുറിച്ച് പഠിക്കാം. വിക്ടോറിയ മെമ്മോറിയൽ is located in Kolkata. Victoria Memorial is located in Kolkata. അങ്ങനെ ആയിരിക്കും എക്സാമിൽ ചോദിക്കുക. വിക്ടോറിയ മെമ്മോറിയൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. എവിടെയാണ്? കൊൽക്കട്ട. താജ്മഹൽ ഈസ് ഇൻ ആഗ്ര. താജ്മഹൽ ഈസ് ഇൻ ആഗ്ര. ഇവിടെ ആൻസേഴ്സ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരുമ്പോൾ എഴുതാം. ചാർമിനാർ ഈസ് ഇൻ ഹൈദരാബാദ്. ചാർമിനാർ ഈസ് ഇൻ ഹൈദരാബാദ്. Gateway of India is in Mumbai. Gateway of India is in Mumbai. India Gate is in Delhi. India Gate is in Delhi. Sanchi Stupa is in Sanchi. Sanchi Stupa സാഞ്ചിയിലാണ് കേട്ടോ, സാഞ്ചി. നെക്സ്റ്റ് സെല്ലുലാർ ജയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ആൻഡമാൻ. സെല്ലുലാർ ജയിൽ ആൻഡമാൻ. കുത്തബ്മിനാർ ഡൽഹി. കുത്തബ്മിനാർ ഇസ് ഇൻ ഡൽഹി. ബുലന്ദ് ദർവാജ ഫത്തേപൂർ സിക്രി. രാഷ്ട്രപതി ഭവൻ ഡൽഹി. Okay, once more I repeat, listen this. First Kolkata, second Agra, third Hyderabad, fourth Mumbai, 5 Delhi, 6 Sanchi, 7 Andaman, 8 Delhi, 9 Fatehpur Sikri, 10 Delhi. Okay. Next. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടെമ്പിൾസ് ഉണ്ട്, അത് എവിടെയാണ് പ്ലേസസ്, റിലീജിയസ് ബിൽഡിങ്സ്, മതപരമായിട്ടുള്ള ടെമ്പിൾസ്, ചർച്ചാണ്, അത് എവിടെയാണ്, അതിൻ്റെ പ്ലേസസ്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസസ്. അത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും അത് പഠിക്കണം. അപ്പോൾ ഈ 2 ചാപ്റ്ററാണെന്ന് നിങ്ങൾക്ക് ആകെ GK കാര്യമായിട്ട് പഠിക്കാനുള്ളത്. മറ്റേതൊക്കെ എഴുതിയാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ നിങ്ങളുടെ ലെറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ജി, അമൃത്സർ. ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ്? അമൃത്സർ. സെക്കൻഡ് സെന്റ് സാവിയേഴ്സ് ചർച്ച്. സെന്റ് സാവിയേഴ്സ് ചർച്ച്
പനാജി. സെന്റ് സാവിയേഴ്സ് ചർച്ച്, പനാജി. 3. ചൗമുഗ ടെമ്പിൾ. ചൗമുഗ ടെമ്പിൾ, മൗണ്ട് അബു. E. മൗണ്ട് അബു. ചൗമുഗ ടെമ്പിൾ, മൗണ്ട് അബു. 4. ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ, I, ഡൽഹി. ലോട്ടസ് ടെമ്പിൾ, I, ഡൽഹി. നെക്സ്റ്റ് 5. ബദ്രിനാഥ് ടെമ്പിൾ. ബദ്രിനാഥ് ടെമ്പിൾ, C, ഉത്തരാഖണ്ഡ്. ബദ്രിനാഥ് ടെമ്പിൾ, ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് കേദാർനാഥ് ടെമ്പിൾ. കേദാർനാഥ് ടെമ്പിൾ, H, ഉത്തരാഖണ്ഡ്. അതും ഉത്തരാഖണ്ഡാണ് കേട്ടോ. കേദാർനാഥ് ടെമ്പിൾ, ഉത്തരാഖണ്ഡ്. ലക്ഷ്മി നാരായൺ ടെമ്പിൾ, ഫസ്റ്റ് A, ചമ്പ, HP, ഹിമാചൽ പ്രദേശ്. സെന്റ് തോം ചർച്ച്, ചെന്നൈ. സെന്റ് തോം ചർച്ച്, ചെന്നൈ. ജഗന്നാഥ് ടെമ്പിൾ, പ്യൂരി, ഒഡീഷ. ജഗന്നാഥ് ടെമ്പിൾ, പ്യൂരി, ഒഡീഷ. Once more I repeat, listen. First G, second B, 3 E, 4 I, 5 C, 6 H, 7 A, 8 D, 9 F. Okay. The famous temples, church, then locating places. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ എഴുതണം. അതുപോലെ ഈ ചാപ്റ്റർ 20 പേജ് നമ്പർ 24. അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് 4 ചാപ്റ്റേഴ്സാണ് അല്ലേ. ഏതൊക്കെയാണ്? നമ്മൾ 17 മുതൽ ഗ്രേറ്റ് ഇന്ത്യൻസ്, അതുപോലെ സം ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്, ഗ്രേറ്റ് തിങ്കേഴ്സ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ആൻസർ എഴുതി വെച്ചാൽ മതി, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിൽ നമുക്ക് നിങ്ങൾ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫോട്ടോസ് ഗ്രേറ്റ് ഇന്ത്യൻസ് നമ്മൾ 21 പേജ് നമ്പർ 21 ആണ് കേട്ടോ. മറ്റേ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് നിങ്ങൾ ശരിക്കും പഠിക്കണം. പിന്നെന്താണ് ടെമ്പിൾസ് ആൻഡ് പ്ലേസസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത്ര ഈ 2 പേജ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. മറ്റൊക്കെ എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതുക, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, ഓവർലോഡാക്കി വെക്കരുത്. അത് എന്നെടുത്ത നോട്ട്സ് ആയാലും അതുപോലെ പഠിക്കാനുള്ളതായാലും ഇന്ന് തന്നെ പഠിക്കണം. ഇപ്പോൾ ഈ EVS എക്സാമിൻ്റെ ഒക്കെ പേപ്പർ നോക്കുമ്പോൾ പല കുട്ടികളൊന്നും ശരിക്കും എഴുതിയിട്ടില്ല. ഇപ്പം നോട്ട്സ് നോക്കുന്ന സമയത്തൊന്നും പലരും നോട്ട്സൊന്നും ശരിക്കും എഴുതിയിട്ടില്ല. നിങ്ങളിങ്ങനെ ലാസ്റ്റ് വെക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും നിങ്ങൾക്കത് എഴുതാൻ പറ്റാത്തത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നെടുത്ത ഭാഗങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, അത് എഴുതുക വേണം, പഠിക്കുക വേണം. എന്നാൽ അത് വലിയ ഭാരമില്ലാതെ പോകും. ഒരു സബ്ജക്റ്റിൽ ഒരു ദിവസം പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബൈ.